യൂലി പോളിസികളെ കുറിച്ചാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്ന ആഡുകളാണ്, നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസികളിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ 30 വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ഇപ്പോൾ ഇത്രയാവും എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനൊരു എൻ്റെ ഫാമിലിയിൽ ICICI പ്രൊഡൻഷ്യലിൽ എടുത്ത ഒരു യൂലി പോളിസിയുടെ ഫീഡ്ബാക്കാണ് തരുന്നത്. 2 വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 2 വർഷങ്ങളിലും ഇതിൻ്റെ പെർഫോമൻസ് നമുക്കൊരു ഹാപ്പിനെസ് തന്നിട്ടില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾക്കിതൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. കാരണം എന്താ വെച്ചാൽ ഹാർഡ്ലി ഒരു 2% ഒക്കെയാണ് ഇതിൻ്റെ 2 to 3%, യെസ് 2 to 3% വരെയാണ് ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് എന്ന് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് നമ്മൾ കാണുന്നത്. ഇതേ സമയം നമ്മൾ ടാറ്റയിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവിടെ അതിൻ്റെ വേരിയേഷൻസ് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതിൽ നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ ICICI പ്രൊഡൻഷ്യൽ യൂലി പ്ലാൻസിൽ ഞങ്ങളുടെ പോളിസിയിൽ എന്താണ് എനിക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഒരു കൃത്യമായ ഒരു ഗ്രോത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഡയറക്റ്റാണ്, അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളാണ്, യൂലി പോളിസികളാണ്, അതെല്ലാം മാർക്കറ്റ് റിസ്ക് ആണെന്നൊക്കെ ഇപ്പോൾ നമ്മൾ പറയും. പക്ഷേ ഈ പോളിസികളൊന്നും തന്നെ ഒരു മാർക്കറ്റിനെ അനുസരിച്ചിട്ടുള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺസ് കാണിക്കണ്ടേ, ആ ഒരു അപ്പ് ആൻഡ് ഡൗൺസും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇതിന് ഡീപ്പസ്റ്റായിട്ട് ഞാൻ അവരുടെ ഓഫീസിൽ പോയി ചോദിച്ചിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ പെർഫോം ചെയ്തില്ല. ഒന്നുകിൽ ഡൗൺ ആയിക്കോട്ടെ. അപ്പോൾ ഡൗൺ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും മാർക്കറ്റ് ഡൗൺ ആണ്. കാരണം ഞാൻ സെബിയുടെ ഇത് ഫോളോ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ NSE ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ പീരീഡിലാണ് ഇത് ഡൗൺ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് എന്നാണ് ഡൗൺ ആയിട്ടുള്ളത്, എല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ എനിക്ക് ICICI പ്രൊഡൻഷ്യലിൻ്റെ ഈ യൂലി പ്ലാൻസിൽ എനിക്കതങ്ങനെ കൃത്യമായിട്ടൊരു വിവരമൊന്നും നമുക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ എന്നാൽ ടാറ്റയിൽ വ്യത്യാസമുണ്ട്. ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അത് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. മാർക്കറ്റ് അപ്പാകുമ്പോൾ ആ ഒരു പ്ലാൻ വന്നിട്ട് അപ്പായിട്ട് വരുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് എനിക്കും അറിയില്ല. പക്ഷേ ICICI പ്രൊഡൻഷ്യലിൻ്റെ പെർഫോമൻസ് ലാസ്റ്റ് 2 ഇയറിൽ ഞങ്ങളെടുത്ത പോളിസി വളരെ വീക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടെടുക്കുക. പിന്നെ അതിന് പല റിവ്യൂസും ഞാൻ ഗൂഗിളിലെല്ലാം കണ്ടിട്ടുണ്ട്. നിങ്ങൾ നന്നായി പഠിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇത് ഒരു പോസ്റ്റ് ഓഫീസിലോ നിങ്ങളൊരു റെക്കറിങ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഗുണം കിട്ടും. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്കൊരു കുറി ചേരാം. ഇതിന് പകരമായിട്ടൊരു കുറി ചേരാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് വിളിച്ചെടുക്കാം. അങ്ങനെ പല ഗുണങ്ങളുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി രണ്ടും 2 പർപ്പസ് ആണെങ്കിൽ കൂടി നമുക്ക് കിട്ടുന്ന റിട്ടേൺ, നമ്മുടെ ഹാർഡ് ഏൺ മണിയാണ് ഇങ്ങനെയുള്ള സ്കീമുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ ഇതിൻ്റെ ഒരു പേയ്മെൻറ്റൊക്കെ മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ ചിലവുകൾ വരെ കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഏർലി പ്ലാൻ, റിട്ടയർമെൻറ്റ് പ്ലാനും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടാവും പലരും നമ്മളെ സമീപിക്കുന്നുണ്ടാവും ഇൻഷുറൻസ്. അപ്പോൾ ഏത് ഇൻഷുറൻസ് കമ്പനിയാണെങ്കിലും നിങ്ങൾ നന്നായി പഠിച്ചിട്ട്, നിങ്ങൾ നന്നായി അനലൈസ് ചെയ്തിട്ട് മാത്രം അതിൽ ജോയിൻ ചെയ്യുക. ഞാനിതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഷെയർ ചെയ്തത്. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കാം. എന്തായാലും നന്നായി കോഷ്യസ് ആയിട്ടിരിക്കുക. ഇൻഷുറൻസ് കമ്പനികൾ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് ആയിട്ട് വരുന്നുണ്ട്. കോഷ്യസ് ആയിട്ടിരിക്കുക. താങ്ക് യു.